ഹലോ, വെൽക്കം ടു അനൂപ് ട്യൂബ്. കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ എന്താണ് മെമ്മറി മാനേജ്മെൻറ്റ് ആൻഡ് യൂണീക്ക് പോയിന്റേഴ്സ് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ് ഷെയർഡ് പോയിന്റർ, നമുക്ക് എങ്ങനെയാണ് ഷെയർഡ് പോയിന്ററിനെ യൂസ് ചെയ്യാൻ പറ്റുക, എന്താണ് ഷെയർഡ് പോയിന്റർ യൂണീക്ക് പോയിന്റർ തമ്മിലുള്ള വ്യത്യാസം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഷെയർഡ് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെ നമുക്ക് കിട്ടും, ഷെയർഡ് ആയിട്ടുള്ള പോയിന്റേഴ്സാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിസോഴ്സ് നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുമോ, നമുക്കൊരു റിസോഴ്സ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോയിന്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. മൾട്ടിപ്പിൾ പോയിന്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചെന്തായിരുന്നു, ഒരു യൂണീക്ക് പോയിന്റർ ഉണ്ടെങ്കിൽ, ഒരു റിസോഴ്സ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ പോയിന്റർ വെച്ചിട്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, കോപ്പി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. കോപ്പി ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ആക്സസിബിലിറ്റി നമുക്ക് കിട്ടും. മൾട്ടിപ്പിൾ ആക്സസിബിലിറ്റി കിട്ടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എപ്പോൾ ഡിലീറ്റ് ചെയ്യണം എന്നൊരു പ്രോബ്ലം വരും. നമുക്ക് നേരത്തെ യൂണീക്ക് പോയിന്റർ യൂസ് ചെയ്യുമ്പോൾ ആ പ്രശ്നം ഉണ്ടായതല്ല, കാരണം നമുക്ക് സ്കോപ്പ് കഴിഞ്ഞാൽ അപ്പോൾ ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ഷെയർഡ് പോയിന്ററിന് നമുക്ക് കോപ്പിയിങ് വരുമ്പോൾ നമുക്കിതിനെ എപ്പോൾ ഡിലീറ്റ് ചെയ്യണം എന്നൊരു കൺസെപ്റ്റ് വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇതിലുള്ള ഇൻറ്റേർണൽ വർക്കിംഗ് നമ്മൾ നോക്കേണ്ടത്. ഇത് ഷെയർഡ് പോയിന്ററിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് എന്ന് പറയുന്നത്, നമുക്കൊരു ഷെയർഡ് പോയിന്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണലി അതിൻ്റെ ഒരു കൗണ്ട് വേരിയബിൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഓക്കെ, റെഫറൻസ് കൗണ്ടിങ്. അതെന്തായിരിക്കും 1 ആയിരിക്കുന്നുണ്ടാവുക. നമ്മൾ ഓരോ കോപ്പി ഉണ്ടാക്കുമ്പോഴും ഓരോ അതിൻ്റെ കൗണ്ട് വേരിയബിൾ കൂട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു തവണ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ 2 ആയിരിക്കും, അടുത്ത കോപ്പി ഉണ്ടാക്കുമ്പോൾ 3, പിന്നെ കോപ്പി ഉണ്ടാക്കുമ്പോൾ 4, പിന്നെ കോപ്പി ഉണ്ടാക്കുമ്പോൾ 5, ഇങ്ങനെ പോകും. പക്ഷേ ഇതിനെപ്പോഴാണ് ഡിലീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ തവണ നമ്മൾ അതിൻ്റെ സ്കോപ്പ്, നമ്മൾ ഓരോ വേരിയബിളിൽ നമ്മൾ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിനും ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിൻ്റെ റെഫറൻസ് എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. 5 4 ആയിരിക്കും, 4 3 ആയിരിക്കും, 3 2 ആയിരിക്കും, ഈ 2 എന്ത് ചെയ്യും, വീണ്ടും 1 വരും. 1 കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ബോട്ടം മോസ്റ്റ് ആയിട്ടുള്ള സ്കോപ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ റെഫറൻസ് എന്തായിരിക്കും, 0 ആയിരിക്കും. എപ്പോഴാണോ അത് 0 ഹിറ്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ മെമ്മറിനെ ഡിലീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ഷെയർഡ് പോയിന്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം എടുക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് എടുത്തിരുന്നു, അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വോയിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി ഇതിനകത്തായിരിക്കും നമ്മൾ ഷെയർഡ് പോയിന്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഷെയർഡ് പോയിന്റർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെമ്മറി എന്ന് പറഞ്ഞിട്ടൊരു ഹെഡർ ഫയൽ ആക്സസ് ചെയ്യണം. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം std ഷെയർഡ് പോയിന്റർ SHARED ഷെയർഡ് അണ്ടർസ്കോർ പോയിന്റർ. ഓക്കെ, അതിൻ്റെ ടൈപ്പ് കൊടുക്കുക. നമ്മൾ എന്തായിരിക്കും, ടൈപ്പ് ഡാറ്റ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഡാറ്റ ടൈപ്പ് ആണെന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം പോയിന്റർ ഉണ്ടാക്കി, SPTR എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷെയർഡ് പോയിന്റർ ഉണ്ടാക്കി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഷെയർഡ് പോയിന്റർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫംഗ്ഷനാണ് std make shared. ഓക്കെ, മേക്ക് ഷെയർഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുക. അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ടൈപ്പ് കൊടുക്കുക. ടൈപ്പ് എന്തായിരിക്കും, ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം അതിനകത്തോട്ട് നമുക്ക് ഡാറ്റയ്ക്കകത്തോട്ടുള്ള ആർഗ്യുമെന്റ് എന്താണ്, വാല്യൂ, ഇൻറ്റിജർ വാല്യൂ ആണ്, നമുക്ക് 10 പാസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷെയർഡ് പോയിന്ററിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ടെസ്റ്റിനെ നമുക്ക് മെയിനകത്തുനിന്ന് കോൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഷെയർഡ് പോയിന്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ജസ്റ്റ് വേറൊരു ഫംഗ്ഷൻ കൂടി എഴുതാണ്. അപ്പോൾ ഇത്രയും ചെയ്തതിനു ശേഷം നമ്മൾ പ്രിന്റ് അഡീഷണൽ എഴുതി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, പോയിന്റർ ഓഫ് ഡാറ്റ പ്രിന്റ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഡാറ്റ പ്രിന്റ് ചെയ്യാൻ പറ്റും. ശേഷം .out വിളിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഡാറ്റ 10 ക്രിയേറ്റ് ചെയ്തു, ഡാറ്റ 10 പ്രിന്റ് ചെയ്തു, ഡാറ്റ 10 ഡിസ്ട്രോയ് ചെയ്തതിനു ശേഷമാണ് ആഫ്റ്റർ കോളിംഗ് ടെസ്റ്റിലോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു ഐഡിയ കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യൂണീക്ക് പോയിന്ററും ഷെയർഡ് പോയിന്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഞാനിവിടെ ജസ്റ്റ് ഇതിൻ്റെ ഒരു റെഫറൻസ് കൗണ്ടിങ് പ്രിന്റ് ചെയ്യാം കേട്ടോ. റെഫറൻസ് കൗണ്ട് പ്രിന്റ് ചെയ്യാണ്, DDC out. ഇത് നമുക്ക് ഓൾറെഡി ഇതിൽ കൗണ്ടിങ് ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ. അപ്പോൾ പോയിന്റർ ഡോട്ട് യൂസ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ടൊരു പോയിന്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യൂസ് കൗണ്ട് എന്തായിരിക്കും, 1 ആയിരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഷെയർഡ് പോയിന്റർ ഉണ്ടാക്കി, 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി. അതിനുശേഷം SPTR എന്ന് പറഞ്ഞിട്ട് ഞാൻ അസൈൻ ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും പോയിന്ററിന്റെ കൗണ്ട് പ്രിന്റ് ചെയ്യണം, പോയിന്റർ 2ന്റെ കൗണ്ട് ഞാൻ പ്രിന്റ് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. C++ വിളിച്ചു, .out വിളിച്ചു, കണ്ടോ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൗണ്ട് എന്തായിരിക്കും ഉണ്ടാവുക, 1 ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു ഷെയർഡ് പോയിന്ററിലോട്ട് അതിനെ അസൈൻ ചെയ്തു, പോയിന്ററിനെ അസൈൻ ചെയ്തു. അപ്പോൾ എന്തായിരിക്കും, അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 2 ആയി. അടുത്ത ശേഷം വീണ്ടും അതിൻ്റെ രണ്ടാമത്തേൻ്റെ യൂസ് കൗണ്ട് വിളിച്ചപ്പോൾ 2 ആണ്. കാരണം എന്താ, ഇത് ഷെയർഡ് പോയിന്റർ ആണ്, രണ്ടിൻ്റെയും വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അല്ല ഇതിൽ 1 ഇതിൽ 2 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് എപ്പോഴാണോ ഡിക്രീസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി 2ലും ഡിക്രീസ് ചെയ്യും. റെഫറൻസ് കൗണ്ടിങ് ആണ്. ഓക്കെ, അതായത് ഓരോ തവണയും നമ്മൾ ഓരോ കോപ്പി ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ റെഫറൻസ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഞാൻ വീണ്ടും ഇതിനെ
5 എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനൊക്കെ കോപ്പി ചെയ്തു, ഓരോന്നിലേക്കും കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, സിംപ്ലി G++ വിളിച്ചു. അതിനുശേഷം a.out വിളിച്ചു കഴിഞ്ഞാൽ കണ്ടോ റെഫറൻസ് കൗണ്ട് എന്തായിരിക്കുന്നത് 5 വന്നിട്ടുള്ളത്. മൊത്തം 5 കോപ്പി ഉണ്ട്. അപ്പോൾ അതാണ് ബേസിക്കലി നമ്മൾ ഇതിനെ കോപ്പി ചെയ്യുന്നിടത്തോളം കാലം ഇതിൻ്റെ എന്ത് ചെയ്യും, റെഫറൻസ് കൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ ഷെയർഡ് പോയിന്റർ യൂണിക് പോയിന്റർ തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. നമുക്കിതിനെ കോപ്പി ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഫറൻസ് കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഇതിന് സ്കോപ്പ് ബേസ്ഡ് ആണ്. നമ്മൾ ഏത് സ്കോപ്പിനകത്താണോ യൂസ് ചെയ്യുന്നത് അപ്പോഴാണ് സ്കോപ്പിനകത്താണോ ഇത് ഉണ്ടാക്കുന്നത് അതിനകത്ത് മാത്രമേ റെഫറൻസ് കൗണ്ട് ചെയ്യുള്ളൂ. അതിനുശേഷം ആ സ്കോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, റെഫറൻസ് കൗണ്ടിങ് കുറയ്ക്കും. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് സിംപ്ലി നമുക്കൊരു സ്കോപ്പ് ഇവിടെ ഉണ്ടാക്കി നോക്കാം. നമ്മളിവിടെ രണ്ടെണ്ണം ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട് അല്ലേ. അതിനുശേഷം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു സ്കോപ്പ് ഉണ്ടാക്കി. അതിനുശേഷം ഈ 2 കോപ്പിയും ഈ സ്കോപ്പിനകത്താണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഈ റെഫറൻസ് കൗണ്ടിങ്ങിന് ഞാൻ പ്രിന്റ് ചെയ്യുന്നത് ഈ സ്കോപ്പിനകത്താണ് കേട്ടോ. ഈ സ്കോപ്പിനകത്ത് പ്രിന്റ് ചെയ്തു, ഔട്ട് ഓഫ് സ്കോപ്പ് എഴുതി, ബിഫോർ സ്കോപ്പ്. അപ്പോൾ റെഫറൻസ് ബിഫോർ സ്കോപ്പ് എന്ന് പറയുന്ന സംഭവം എന്താണ്, നമ്മൾ 3 കോപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 കിട്ടി. അതിനുശേഷം ഞാൻ ഈ സ്കോപ്പിനകത്തോട്ട് കയറി ഈ സ്കോപ്പിനകത്ത് 2 പോയിന്റർ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റെഫറൻസ് കൗണ്ടിങ് 2 കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്തു, റെഫറൻസ് ഇൻ സ്കോപ്പ് എത്ര കിട്ടിയിരിക്കുന്നത് 5 കിട്ടിയിട്ടുള്ളത്. ഈ സ്കോപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ റെഫറൻസ് കൗണ്ടിങ് പ്രിന്റ് ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്, 3 കിട്ടിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്കോപ്പ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ 2 ഷെയർഡ് പോയിന്ററും ഡിലീറ്റ് ആയിക്കോളും. ഷെയർഡ് പോയിന്ററാണ് ഡിലീറ്റ് ആവുന്നത്, ഡാറ്റ അല്ല ഡിലീറ്റ് ആവുന്നത്. ഡാറ്റ എപ്പോഴേ ഡിലീറ്റ് ആവുള്ളൂ, നമ്മുടെ ഇത് മൊത്തം കഴിഞ്ഞതിന് ശേഷം ഈ ടെസ്റ്റ് കോൾ മൊത്തം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്തു, ഡാറ്റ ഡിസ്ട്രോയ് ആവുള്ളൂ. അപ്പോൾ ഡാറ്റ ഡിസ്ട്രോയ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, റെഫറൻസ് കൗണ്ടിങ് എന്തായിരിക്കണം, 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് ബേസിക്കലി സിമ്പിൾ ഐഡിയ ആണ്. ഇതാണ് നമ്മുടെ ഷെയർഡ് പോയിന്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഈ ഷെയർഡ് പോയിന്ററിന് ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലിക് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയർഡ് പോയിന്റർ ഉണ്ടാക്കി, നമ്മൾ വേറെ ഷെയർഡ് പോയിന്റർ ഉണ്ടാക്കി. ഈ 2 ഷെയർഡ് പോയിന്ററും പരസ്പരം അതിനെ റെഫറൻസ് ചെയ്യാണ് വിചാരിക്കുക. പരസ്പരം അതിൻ്റെ അകത്ത് നമ്മൾ റെഫറൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനൊരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു പ്രോബ്ലമാണ് സൈക്ലിക് റെഫറൻസിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യും. സൈക്ലിക് റെഫറൻസിങ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യും. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് ഉള്ളതാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മുടെ വീക്ക് പോയിന്റർ. അപ്പോൾ ഈ സൈക്ലിക് റെഫറൻസിങ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം വന്നപ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ് വീക്ക് പോയിന്റർ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് സൈക്ലിക് റെഫറൻസിങ് പ്രോബ്ലം, അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.